എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകലിൽ നമുക്ക് ഒന്നിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യുവാനും സ്തുതിക്കുവാനും ദൈവം നമുക്ക് ഭാഗ്യവും കൃപയും നമുക്ക് തന്നു. ആ ദൈവത്തിന്റെ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മുടെ നടുവിലുണ്ട്. യേശു നമ്മുടെ നടുവിലുണ്ട്. സാന്നിധ്യം അനുഭവിപ്പാൻ എനിക്കും നിങ്ങളോടുകൂടെ കർത്താവ് കൃപ തന്നതോർത്ത് ദൈവത്തെ നന്ദി പറയും. ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. 2 വേദവാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു ചെറിയ ചിന്ത. തെസ്സലോനിക്കർക്ക് 1 ലേഖനം, 1 Thessalonians chapter 2 verses 13, Ephesians chapter 1 verses 19. 2 വാക്യങ്ങൾ I want to share with you from 2 verses from the New Testament. First one is from 1 Thessalonians chapter 2 verses 13. The second one is from Ephesians chapter 1 verses 19. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ട് മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ ഇത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. I'm going to be talking to you about the faith that we have in us, the word of God working in us, in him who believe. The word of God working in him who believe. ദൈവവചനം വിശ്വസിക്കുന്നവനിൽ വ്യാപരിക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. Praise the Lord. ഞാനത് പറയാം. I'm going to be talking to you, especially to the teenagers here. I'm going to be talking to you about the word of God, how powerful it is when you believe it, and when you put the word of God into practice. I'm going to show you how effective it is when you truly take it for yourself. Did you get that? Right. In the very verse what you just read, it says, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ട് മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട്. The word that we have spoken to you, you have not taken it as it is from men, but you have taken it as it is from God. അടുത്തത് വായിക്കുന്നത് ആ ദൈവവചനം. ഏത് വചനം? നിങ്ങൾ ദൈവത്തിൽ നിന്നാണെന്ന് വിശ്വസിച്ച് നിങ്ങൾ എടുത്ത ആ ദൈവവചനം നിങ്ങൾക്കത് എന്തായി മാറി അവിടെ എഴുതിയിരിക്കുന്നത്? ആമേൻ. ആ വചനം, the word that you have taken for yourself, the word that you have believed, it has already started working within you. ആ ദൈവവചനം നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ ആരംഭമായി തുടങ്ങുക. ഹല്ലേലൂയ. ദൈവവചനത്തിന് മുമ്പിൽ വളരെ ശ്രദ്ധയോടുകൂടെ ഇരിക്കുമെങ്കിൽ, വളരെ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നോടും അപ്പോഴത്തേനും നിങ്ങളോടും ദൈവത്തിന് സംസാരിപ്പാനായിട്ടുണ്ട്. ഹല്ലേലൂയ. Ephesians chapter 1 verses 19. If you could also read that passage for me, please. താൻ മുൻനിർണയിച്ച ദൈവപ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിൽ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഇവിടെ കാണുന്നതും അത് തന്നെയാണ്. The word of God working in him who believes. Hallelujah. നിങ്ങൾ അവതരം വിട്ടുപോകരുത്. ദൈവവചനം, the word of God
wants to work in every one of us. But very unfortunately, it doesn't work in every one of us. Why? Because we do not take it as it is from the Lord. We most times take the word of God as it is from men. And that is the very saddest thing that we are facing these days. Why the word of God is not powerfully working within us. ദൈവ ശക്തിയോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവവചനം നമ്മിൽ വ്യാപരിക്കാൻ കഴിയാതെ പോകുന്നതിന്റെ കാരണം ഒന്നാമത് ഇത് മനുഷ്യനിൽ നിന്ന് വരുന്നു എന്നുള്ള ചിന്തയും, രണ്ടാമത് ദൈവത്തിൽ നിന്നുള്ളതാണെന്നുള്ള പൂർണ്ണ ബോധ്യവും ഉറപ്പും വിശ്വാസവും നമുക്കില്ലാതെ പോകുന്നതുകൊണ്ടാണ്. I want to introduce you to a platform. I just want to remind you about a platform of faith. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരു പ്ലാറ്റ്ഫോം അല്ല. We all know about that platform. I want to introduce that platform or remind you that platform once again. And that is the platform of faith. Hallelujah. ഈ വിശ്വാസമാകുന്ന പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുന്നവൻ കുലുങ്ങത്തില്ല. The one who dares to stand on the platform of faith will not be shaken in the name of Jesus. Hallelujah. Now the word of God is inviting us. Come on, stand on that platform of faith. ഇന്ന് എന്നെയും നിങ്ങളെയും ദൈവവചനം ആഹ്വാനം ചെയ്യുക. എന്തിൽ നിന്നാ? ആ പ്ലാറ്റ്ഫോമിലേക്ക് ഒന്ന് കയറി നിൽക്കാൻ. Praise the Lord. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? വിശ്വസിക്കുന്നവന്റെ അകത്ത് ഇത് വ്യാപരിക്കും. വിശ്വസിക്കാൻ തുടങ്ങുന്ന നിമിഷം അവന്റെ അകത്തത് വ്യാപരിച്ചോളാം. വിശ്വസിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അവൻ പ്ലാറ്റ്ഫോമിന്റെ മേലല്ല. The time the trouble comes, when trials comes, and you are most times shaken because of the lack of faith, I want to tell you, you are not maybe right on that platform, but the word of God is encouraging you to step onto that platform today so that you may not be shaken and you may go home bold today. ധൈര്യത്തോടെ നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകുവാൻ അത് കാരണമായി തീരണം. നമ്മൾ കുഴഞ്ഞു നിൽക്കുന്ന വിശ്വാസത്തിന്റെ കുഴഞ്ഞു നിൽക്കുന്ന ആ അവസ്ഥയെ പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം കാണുകയാണ്. ഞാൻ രാവിലെയും കഴിഞ്ഞ രാത്രിയിലും ദൈവനം ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവാം ദൈവം എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു വേദവാക്യം, ദൈവജനത്തെ, tell my people to step onto the platform of faith. Hallelujah. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, I have not prepared this message a lot with so many Bible verses. No, I'm only here to tell you to step onto that platform of faith. And that is all I have for you today. Hallelujah. എനിക്കറിയത്തില്ല നിങ്ങൾ ഇന്ന് എവിടെയാണെന്ന്. I do not know, youngsters, where you are right now in faith. I do not know if your faith has been shaken in the last couple of days, in the last couple of weeks. കഴിഞ്ഞ ആഴ്ചകളിലും കഴിഞ്ഞ ദിവസങ്ങളിലുമായി നിങ്ങളുടെ വിശ്വാസം കുഴഞ്ഞുപോയോ പതറിപ്പോയോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ ആത്മാവ് പറഞ്ഞു, എന്റെ ജനത്തോട് നീ പറയുമ്പോൾ പറയണം,
വിശ്വാസമാകുന്ന പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കാൻ പറയാം. നിന്നെ കുലുക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. You will not be shaken if you step up onto that platform of faith today. The Lord will lift you up today. യേശുവിന്റെ കരമിന്റെ പകൽക്കാലം നമ്മെ നേരെ നിവർന്നു നിൽക്കുവാൻ ശക്തിയുള്ളത്. Hallelujah. The men in Thessalonica, the church of Thessalonica, has taken the very word of God as it is actually from God Himself. Hallelujah. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, the word of God started working within them who believed it. ആരെല്ലാം വിശ്വസിച്ചോ അവരുടെ എല്ലാ ജീവിതത്തിൽ അവരുടെ അവസ്ഥയ്ക്ക് ഹേതുവായി പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടെ പ്രവർത്തിച്ചു. വിശ്വസിക്കുന്നവന എങ്ങളെ ദേവൻ ചിലത് കാണിപ്പാൻ. നമ്പറിക്കണമോ? വിശ്വസിക്കുന്നതായ നമ്മളെ സ്വർഗത്തിലെ ദൈവം ചിലത് കാണിക്കും. വിശ്വാസമുണ്ടോ? വിശ്വസിക്കുന്നവരെ ദൈവം എന്ത് ചെയ്യും? ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിപ്പോ ഈ പ്ലാറ്റ്ഫോമിൽ അല്ലെന്ന് വെക്കുക, കുഴഞ്ഞു കിടക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദൈവത്തിലും വിശ്വാസം വരാൻ പറ്റുന്നില്ല, മനുഷ്യരിലും വിശ്വാസം വെക്കാൻ പറ്റുന്നില്ല, എല്ലാം കുഴഞ്ഞു കിടക്കുക. അന്നേരം ആ മെസ്സേജ് കേട്ടത് സ്റ്റെപ്പ് ഓൺ ടു ദാറ്റ് പ്ലാറ്റ്ഫോം ഓഫ് ഫെയ്ത്ത്. ഞാൻ അന്നേരം എന്ത് ചെയ്യാം? ഞാൻ വിശ്വസിക്കുക. എന്നെ വിശ്വസിക്കാൻ പറഞ്ഞ ദൈവത്തിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്റെ വിശ്വാസ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുക. സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുന്ന ആ മാത്രയിൽ എന്റെ അകത്തൊരു വ്യാപാര ശക്തി ആരംഭങ്ങളാണ്. മനസ്സിലായോ? ഞാൻ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന ആ at that very moment when I first put my first step onto that platform of faith, the Spirit of God will start working within me through the Word of God. Hallelujah. ആ നിമിഷം എന്റെ ശരീരത്തിൽ അവന്റെ വ്യാപാര ശക്തി ആരംഭമാകും. Hallelujah. വിശ്വാസമുണ്ടോ? ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ അതൊന്ന് വിശ്വസിച്ചുറച്ച് ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് നിങ്ങൾക്കൊരു ധൈര്യത്തോടെ പോകുവാൻ ദൈവം ഇവിടെയാണ്. Praise the Lord. Praise the Lord. കുഞ്ഞുങ്ങൾ എക്സാം വിഷയത്തിൽ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മളുടേതായ സാഹചര്യങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ കുഴഞ്ഞു കിടന്നാലും ഇന്ന് പകലിൽ വിശ്വസിക്കുക. എന്നോട് വിശ്വസിക്കാൻ പറഞ്ഞ ദൈവത്തിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് ആ പ്ലാറ്റ്ഫോമിലോട്ട് ഞാൻ കയറി നിൽക്കുമ്പോൾ എന്റെ അസാധ്യങ്ങളെ എന്റെ ദൈവം സാധ്യമാക്കി തരിക. Whatever seems to be impossible to me, God is going to make that impossible to possible today for me. ദൈവം എനിക്ക് എന്റെ ജീവിതത്തിൽ അസാധ്യമെന്ന് തെളിഞ്ഞു കിടക്കുന്ന ലോകം മുഴുവൻ പറഞ്ഞിരുന്ന ആ ഇംപോസിബിലിറ്റിയെ ദൈവം എനിക്കായി പോസിബിലിറ്റി ആക്കി മാറ്റാൻ ശക്തനായ ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവരിൽ എന്ത് നടക്കും? ശക്തി വ്യാപരിക്കും. എല്ലാവരിലും വ്യാപരിക്കുന്നില്ല. വിശ്വസിക്കുന്നവരിൽ ദൈവശക്തി വ്യാപരിക്കും. ആ വചനത്തോട് നിങ്ങളൊന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. സ്വന്തം ആ വചനത്തോട് നിങ്ങൾ പ്രതികരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറി. വിശ്വസിക്കുന്ന നിന്റെ അകത്ത് ഇന്ന് പകലിൽ ദൈവം ഒരു ശക്തി വ്യാപരിപ്പിക്കും. നിന്റെ അകത്ത് സ്വർഗത്തിലെ നിന്റെ അവസ്ഥകൾക്ക് ഭേദം വരുത്തുവാൻ, ജീവിതത്തിന് വ്യത്യാസം വരുത്തുവാൻ ഇന്ന് പകലിൽ സ്വർഗം അതിടയാക്കുക. Hallelujah. Praise the Lord. ഞാനൊരു കാര്യം പറയട്ടെ. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റി, നിനക്ക് അടുത്ത ഒരു യാത്രയുണ്ട്. എങ്ങോട്ടാണെന്ന് അറിയാമോ? അവിടുന്ന് സാറാഭാത്തിലേക്ക്. സാറാഭാത്തിൽ ചെല്ലുമ്പോൾ നീ അവിടെ ഒരു വിധവയെ കാണും. ആ വിധവയെ ഞാൻ നിനക്കായിട്ട് വെച്ചിരിക്കുക. എന്തിനാണെന്നറിയാമോ? നിന്നെ പോഷിപ്പിക്കാനായിട്ട് ഞാൻ വിധവയെ. അവൻ അവിടെ ചെന്നപ്പോ, ഏലിയാവ് അവിടെ ചെന്നപ്പോ കാണുന്ന കാഴ്ച ഒരു വിധവയോടെ നിൽക്കുക. എന്തോ ചെയ്തോണ്ടിരിക്കുക?
വിറക് പറക്കിക്കൊണ്ടിരിക്കുക. അവരോട് പറഞ്ഞു, അമ്മമ്മ എനിക്കൊരു കാര്യം പറയട്ടെ, പോയിട്ട് വരുന്ന വഴിക്ക് എനിക്ക് എന്ത് ചെയ്തോളുക, ആമേ കാര്യങ്ങളൊക്കെ ചോദിച്ചെന്നെ പറഞ്ഞു. ആകെപ്പാടെ ആമേ കുറച്ച് മാവ് കൊണ്ട് ഒരു ഇച്ചിരി എണ്ണയുണ്ട്, ഞങ്ങള് ആ ലാസ്റ്റ് അപ്പം കഴിച്ചിട്ട് എന്ത് ചെയ്യാൻ പോവുക, ചായ പോവുക എന്ന് പറഞ്ഞോണ്ടേ പോകുന്ന വഴി ഒരു കാര്യം പറഞ്ഞൊരു കാര്യം ചെയ്യും, പോയിട്ട് വരുന്ന വഴി ആദ്യത്തെ അപ്പം എനിക്ക് കൊണ്ടുപോവാ. എന്നിട്ടൊരു വാക്യം പറഞ്ഞു, എന്താ അറിയാമോ, സ്വർഗത്തിലെ ദൈവം ഈ ദേശത്തെ സന്ദർശിക്കും കാലം വരെ നിന്റെ വീടിനകത്ത് മാത്രം ഒരു കുറവും വരത്തില്ല. വാക്യം അങ്ങനല്ല, എക്സാക്ട്ലി അങ്ങനല്ല അതിൽ എഴുതിയിരിക്കുന്നത്. ജസ്റ്റ് ടെല്ലിങ് യു ജസ്റ്റ് കോണ്ടെക്സ്റ്റ് ഓഫ് ഇറ്റ് അല്ലേ, അതിന്റെ ആശയം മാത്രമാണ് പറയുക. അവിടെ എഴുതിയിരിക്കുന്നത് പറയാണ്, ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കാൻ സന്ദർശിക്കും കാലം വരെ ദേശം മുഴുവൻ പട്ടിണി കിടക്കും. പക്ഷേ വിശ്വസിക്കുന്ന നിനക്ക് നിന്റെ കുടുംബത്തിനകത്ത് ഒരു കുറവ് വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ആ വചനം എപ്പം അവരുടെ ജീവിതത്തിലേക്ക് കയറി ചെന്നോ, അവരുടെ ജീവിതത്തിന്റെ അവരെ കഷ്ടതയ്ക്ക് അറുതി വന്നു. ഇത് പകൽക്കാലം ഒന്ന് വിശ്വസിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ ദൈവവചനത്തോട് സ്നേഹിക്കുകയും പരിശുദ്ധയാത്മാവിൽ ആരാധിക്കുകയും ശുശ്രൂഷ കൈത്താരുകയും ചെയ്യുന്നതായ ദൈവഭൃത്യന്മാർ ദൈവമക്കൾ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആരും മൗനമായിട്ടിരിക്കാനുള്ളതല്ല, വളരെ പ്രാർത്ഥനയോടുള്ള ദൈവസ്ഥയിലായിരിക്കണം. ഒന്നാമത് ഞാൻ പറയട്ടെ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ എന്ത് നടക്കുന്നുണ്ട്? ദൈവശക്തി വ്യാപരിക്കുന്നു, ദൈവശക്തി വ്യാപരിക്കുന്നു. സാറാഫാത്തിലെ വിധവയുടെ കാതുകളിൽ കേട്ട ശബ്ദം എന്താണെന്ന് അറിയാമോ? ഈ കാലഘട്ടത്തിൽ ദൈവം തമ്പുരാൻ ഈ ദേശത്തെ സന്ദർശിക്കുന്ന കാലം വരെ നിന്റെ കുടുംബത്തിനകത്ത് നീ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തിനകത്തെ തളർച്ച മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഇന്ന് പകലിൽ അങ്ങനെ തന്നെ വിശ്വസിക്കുക. വിധവ വിശ്വസിച്ചു. ദേശം മുഴുവൻ ക്ഷാമത്തിനിരയായി തീർന്നപ്പോഴും ആ കുടുംബത്തെ സ്വർഗത്തിൽ ദൈവം പരിപാലിച്ചു എങ്കിൽ ഇന്ന് പകൽക്കാലം അവൻ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവ ശക്തിയുടെ അളവറ്റ വലിപ്പം ശക്തിയോടെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ ദേശം മുഴുവൻ പട്ടിണിയായി പോയാലും നിന്റെ കുടുംബത്തിനകത്ത് പട്ടിണി വരാതെ, നിന്റെ കുടുംബത്തിനകത്ത് തിന്മ വരാതെ, നിന്റെ കുടുംബത്തിനകത്ത് ദോഷം വരാതെ നിന്നെ പരിപാലിപ്പാനെന്ന് ദൈവം മതിയാകുമെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. ദേശം മുഴുവൻ ജോലിയിലെന്ന് പറഞ്ഞാലും ദൈവം നിനക്ക് വേണ്ടി ഒരു ജോലി വെച്ചിട്ടുണ്ട്. ദേശത്തിന് ഒരിടത്ത് ഒരു നന്മ കാണത്തില്ലെന്ന് പറയുമ്പോഴും നീ വിശ്വസിക്കുക. കാരണം വിശ്വസിക്കുന്നവന്റെ ഉള്ളിനകത്ത് ഒരു ദൈവശക്തി വ്യാപരിക്കുകയാണ്. അവന് അസാധ്യമായിട്ടൊന്നുമില്ല, അവന് സകലതും സാധ്യമാണ്. ഹല്ലേലൂയ. വിശ്വാസം എന്ന് പറയുന്നത് മുഴുവൻ കർത്താവായ യേശു ക്രിസ്തു. You know, while Jesus was still on the earth, he was teaching his disciples, if you believe in me, these are the things that will accompany you. These are the things that will follow you. നീ എന്നിൽ വിശ്വസിച്ചാൽ ഇന്ന കാര്യങ്ങൾ നിന്നെ തുടർന്നു വരും. എന്തെല്ലാം തുടർന്നു വരുന്നത് അറിയാമോ? നന്മയും കരുണയും എന്ത് ചെയ്യും? ആയുഷ്കാലമൊക്കെ നീ എന്ത് ചെയ്യും? നിന്നെ പിന്തുടരും. ഈ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. If you truly believe in me, these things will accompany you. And what are they? അവിടെ എഴുതിയിരിക്കുന്നു, you will cast out demons. എന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. You will speak in new tongues. പുതിയ ഭാഷകളിൽ എന്ത് ചെയ്യും? സംസാരിക്കും. You will take up the snakes with your hand. നിന്റെ കൈ കൊണ്ട് നീ എന്ത് ചെയ്യും? സർപ്പങ്ങളെ പിടിച്ചടക്കും. Even if you drink deadly poison, it will not harm you. ആർക്കാന്നറിയാമോ? വിശ്വസിക്കുന്നവർക്ക്. ആണോ? വിശ്വസിക്കുന്നവർക്ക് എന്തില്ല? വിശ്വസിക്കുന്നവർക്ക് എന്തില്ല? Even if you drink poison, it will not harm you. മരണകരമായ യാതൊന്ന് കുടിച്ചാലോ ഏതെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ, നമ്മുടെ വീട്ടിലോ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ എനിക്കെന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടോ ഇതിനകത്തുനിന്ന് പേടിക്കേണ്ട. കൈവച്ചൊരു സ്വത്രം പറഞ്ഞാൽ മതി. വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിലും അതിനകത്ത് അതൊന്നുമില്ലാതെയായി പോവുക. Why? Because the Bible says, if you truly believe in my name and you happen to drink some deadly poison
in your life, you will not be happy because of my namesake. എന്റെ നാമനിമിത്തമായി നിനക്കൊരു ദോഷവും വരാൻ ദൈവം അനുവദിക്കില്ല. അങ്ങനെയാണെങ്കിൽ വിശ്വാസം ആവശ്യമാണോ? ആവശ്യമാണ്. ഹല്ലേലൂയ. വിശ്വാസം ആവശ്യമാണോ? അതെ, വിശ്വാസം ആവശ്യമാണ്. You are able to cast out demons if you truly believe in the name of the Lord Jesus. Hallelujah. You will lay your hand on the sick and the sick shall be healed in the name of Jesus. Why? Through the faith that Jesus has put within you. യേശുവിന്റെ ആത്മാവിനാൽ നൽകപ്പെട്ട വിശ്വാസം നിന്റെ ഉള്ളിൽ പകർന്നതിനാല് നീ കൈവയ്ക്കുമ്പോൾ സ്വർഗം പറഞ്ഞു അവൻ സൗഖ്യമാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ വിശ്വസിക്കാമോ? നിന്റെ അവസ്ഥ ദൈവം മാറ്റുമെന്ന് വിശ്വസിച്ചാൽ. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ വായിക്കാൻ അബ്രഹാമിനെ കുറിച്ച് സാറായെ കുറിച്ച് ഞാൻ ഇപ്പടി വായിച്ചു. അബ്രഹാം സാറായെ കുറിച്ച് ഇപ്പടി വായിച്ചു. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവന് ആശയ്ക്ക് വിപരീതമായ ആശയോട് എന്ത് ചെയ്തു? അവനങ്ങ് വിശ്വസിച്ചു. യാതൊരു സാധ്യതയുമില്ല. ആ റോമാലേഖനം 4-ാം അധ്യായം എടുത്തേ. റോമാലേഖനം 4-ാം അധ്യായം എടുത്തേ. 18-ാമത് വസനം. ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചു. ആശയ്ക്ക് വിരോധമായി റോമർക്ക് നിരൂപം 4-ാമത് അധികാരം 19-ാമത് വസനത്തില് എഴുതിയിട്ടുണ്ട്. ആശയ്ക്ക് വിപരീതമായി ആശയോടെ വിശ്വസിച്ചു. ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? In hope he believed against hope. ഒന്ന് ശ്രദ്ധിച്ചേ. ആശയ്ക്ക് വിരോധമായി ആശയോടെ ആരിൽ വിശ്വസിച്ചു? He believed. In hope he believed against hope. എന്ന് പറഞ്ഞാൽ എന്താ? ആശയ്ക്ക് യാതൊരു മാർഗവുമില്ല, പക്ഷെ അതിന് വിപരീതമായിട്ടാണ് വിശ്വസിച്ചു. ഡോക്ടറിന്റെ റിപ്പോർട്ട് നമുക്ക് അനുകൂലമായി വരുമെന്ന് വിശ്വസിക്കും. ഈ കഴിഞ്ഞ ബുധനാഴ്ച ദിവസം കീഹോൾ സർജറി ചെയ്തവരാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒരു കുഴപ്പമില്ല, നന്ദിയോടെ ദൈവത്തെ സ്തോത്രം ചെയ്യുക. ഇത് വലിയ കാര്യമായിട്ടൊന്നും ഞാൻ എടുത്തില്ല. എന്റെ കർത്താവിനെ പൂർണ്ണമായി സൗഖ്യമാക്കി. ചില സന്ദർഭങ്ങളിൽ ദൈവം God will let you go through certain things. But this is what I have recovered in my life. God will sometimes let you go through certain things. And that is not for our nothing to harm us, but it is to purify us. It is to mold us. Let me show you a verse from Jeremiah chapter 29. Verses 11, please. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ളൂ നിരൂപണങ്ങൾ എന്ന യഹോവയുടെ അരുളപ്പാട്. അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ എന്നുള്ളത് യഹോവയുടെ അരുളപ്പാട്. തമിഴിലേക്ക് വാസിക്കமா? நீங்கள் எதிர்பார்த்திருக்கும் முடிவை உங்களுக்கு கொடுக்கும்படிக்கு நான் உங்கள் பேரில் நினைத்திருக்கிற நினைவுகளை அறிவேன் என்று கர்த்தர் சொல்லுகிறார். அடுத்தது, ஆமென். அவைகள் தீமைக்கல்ல சமாதானத்துக்கு ஹேதுவாக நினைவுகளே. ஹல்லேலூயா. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് താൽക്കാലികം തിന്മയ്ക്കെന്ന് തോന്നിയാലും അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്ക് വേണ്ടിയാണ്. വിശ്വസിക്കാൻ കഴിയുന്നവർ മാത്രം അത് സ്വന്തം. തിന്മയ്ക്ക് വേണ്ടിയല്ല, അത് നന്മയ്ക്ക് വേണ്ടിയാ. It is to mold you, it is to refine you for the glory of God. അത് ദൈവം നമ്മെ ശുദ്ധീകരിച്ച് അവന്റെ പദ്ധതിക്ക് വേണ്ടി ഒരുക്കിയെടുക്കാൻ സ്വർഗത്താൽ നിയമിക്കപ്പെട്ട ചില കഷ്ടതയുടെ പാതകളാണ്. Hallelujah. So please do not complain about it. Welcome it so that it may do the perfect work within you. ദൈവം ഉദ്ദേശിച്ച ആ
അത് എക്സാക്ട്ലി അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ ദൈവകരങ്ങളിൽ കൊടുക്കുക. ഹല്ലേലൂയ. ഒരു കാര്യം എന്റെ കൂടപ്പുറപ്പുകളെ ഞാൻ പറയാം, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ സൗഖ്യത്തിന്റെ കരം ഇന്ന് പകലിൽ വ്യാപരിക്കും. കഴിഞ്ഞ ശനിയാഴ്ച ഡിപ്രഷനിൽ കടന്നുപോയ ഒരു തമിഴ് സഹോദരൻ കുമാരനെ പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കിയത് സത്യമാണെങ്കിൽ ഈ പകലിൽ ഞാൻ വിളിച്ചു പറയുക, ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ കടന്നു ചെല്ലുമ്പോൾ അവനെ സൗഖ്യത്തോടെ നിർത്തുവാൻ മതിയായി. ഹല്ലേലൂയ. അവനോട് വചനം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞു, പ്രാർത്ഥനകളിൽ നീ മുന്നോട്ട് ചെല്ലാൻ പറഞ്ഞു. ഒടുവിൽ പ്രാർത്ഥനകളിൽ അവൻ മുമ്പോട്ട് വന്നു. ദൈവസഭ പ്രാർത്ഥിച്ചു, കൈവച്ച് പ്രാർത്ഥിച്ചു. ദൈവനെ സൗഖ്യത്തോടെ പിറ്റേ ദിവസം കൊണ്ടുവന്ന് സാക്ഷി പറഞ്ഞു. ഞാൻ സേവിക്കുന്ന ദൈവം പരിശുദ്ധനായ ദൈവമാണെങ്കിൽ ദൈവത്തോട് ഞാൻ പറഞ്ഞു, Lord, if you are the one who is taking me to Germany, reveal it for me, please. Prove it that you are taking me there. And my Lord has never put my face ashamed. He was always been with me. അവനെ മുഖത്തെ ആദരിച്ചതോ ദൈവത്തെ സ്തുതിക്കുന്നു. ശരീരം സൗഖ്യമായത് മാത്രമല്ല, the whole family came to the Lord. Hallelujah. എന്റെ കുടുംബം ഉൾപ്പെടെ എന്റെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ സാക്ഷിയ. The whole family came to the Lord. Why? Because of the grace of God. ആരെല്ലാം അവനിൽ വിശ്വസിക്കുന്നു, വിശ്വസിച്ച് തുടങ്ങുന്ന the moment he stepped onto that platform of faith, the Spirit of God will start a blessed doing in his life. ആ നിമിഷം അവന്റെ അസ്ഥികളിൽ, അവന്റെ മാംസത്തിൽ, അവന്റെ നാടിനരമ്പോളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. Hallelujah. I just want to encourage you, dear brothers and sisters. If you are standing away from the platform of faith, why don't you just step onto it now and say, Lord Jesus, I truly believe you. I put my faith on you so that I may see the glorious things of you in my life. നിന്റെ അത്ഭുതം മഹത്വകരമായ കാര്യം എന്റെ ജീവിതത്തിൽ ഞാൻ കാണുവാൻ നിന്നിൽ ഞാൻ എന്ന വിശ്വാസം വയ്ക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോസ്തല നടപടികളിൽ പുസ്തകം 14-ാമത് അധ്യായം 9-ാമത് വചനത്തിലെ Acts chapter 14 verses 9 onwards, you know, when Apostle Paul and Barnabas, when they were speaking to the men there, and there was a certain man who was born crippled. A translation, I have come across a translation, it says he was not able to use his foot until that day. Okay? He was born crippled. He was not able to use his foot until that very moment. But when Apostle Paul was speaking to those people, he looked up to his crippled man. And Bible says, Paul saw the faith to be healed within him. അവൻ സൗഖ്യമാകുവാൻ തക്കവണ്ണം വിശ്വാസം പൗലോസ് അവനിൽ കണ്ടു. ഹല്ലേലൂയ. ഒരാമേൻ പറയുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. When God goes past us nearby, will he seize the faith within you and me, so that you and me may be healed today? യേശു എന്റെയും നിങ്ങളുടെയും അടുക്കൽ കൂടെ നടന്നു പോകുമ്പോൾ സൗഖ്യമാകുവാൻ തക്കവണ്ണം ഒരു വിശ്വാസം എന്നിലും നിങ്ങളിലും ദൈവം എന്ന് കാണുന്നുവെങ്കിൽ, trust me, this is your day that the Lord has chosen. Hallelujah. You know what Paul did? He told him in a loud voice to stand up in the midst of the others. And that very moment he stood up and he was healed. അപ്പോൾ വിശ്വാസം എന്ത് ചെയ്യുന്നു?
ബലഹീന കാലുകളെ ബലപ്പെടുത്തുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തെ കുറിച്ച് പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ജന്മന മുടന്തനായവൻ അവന്റെ അകത്തേക്ക് ഈ വചനമാകുന്ന ജീവനുള്ള വചനം ഒന്ന് കയറി ചെന്നപ്പോൾ അവൻ അത് അവന് വേണ്ടി അങ്ങ് എടുത്തു. Do you remember that verse from Thessalonians? He said, "You have not taken the very word of God as it is from man, but you have taken the word as it is actually from God Himself." Hallelujah. And then it says, the word of God start working within him who believed it. ആരെല്ലാം വിശ്വസിച്ചു? തെസ്സലോനിയ സഭയ്ക്കകത്ത് സ്വർഗ്ഗത്തിലെ ദൈവം ആ വചനത്തിന്റെ ആഴങ്ങൾ അതങ്ങനെ തന്നെ സാധ്യമാക്കി കൊടുത്തു. ഇന്ന് പകൽക്കാലം രോഗമാണോ നിങ്ങളുടെ വിഷയം? Is disease your problem today? Is visa your problem today? Is work permit your problem today? Just stand and make a decision to step onto that platform of faith. The Lord will make your situations change in the name of Jesus. And He will change your situation whatever it is. Hallelujah. സ്തോത്രം. ഈ കുഞ്ഞുങ്ങളെങ്കിലും അതൊന്ന് കേട്ട് വിശ്വസിച്ചായിരുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. എന്റെ കർത്താവ് ഈ കുഞ്ഞുങ്ങളിൽ കൂടെ ആ ആശയവും ആ വിശ്വാസവും ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. Hallelujah. The word of God started working in that crippled man as soon as he started receiving the word of God. Hallelujah. ആ നിമിഷം അവൻ മാറി നിന്നിടത്തുന്ന വിശ്വാസമാകുന്ന പ്ലാറ്റ്ഫോമിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ അവന്റെ അവസ്ഥയ്ക്ക് ഭേദം വന്നു. Hallelujah. അവന്റെ അവസ്ഥയ്ക്ക് ഭേദം വന്നു. ഇന്ന് പകൽക്കാലം അവസ്ഥ ഭേദം വരാൻ ഒരൊറ്റ മാർഗമുണ്ട്. ആ വിശ്വാസമാകുന്ന പ്ലാറ്റ്ഫോമിലോട്ട് കയറി നിൽക്കുക. Hallelujah. There might be so many things which should take you away from the platform of faith. അനേക കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ആ വിശ്വാസമാകുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറ്റിവെക്കത്തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാം. കാരണം കാണുന്നതെല്ലാം യാഥാർത്ഥ്യമാണ്. മരിച്ചു കിടക്കുന്ന അവസ്ഥ കണ്ടത് അത് യാഥാർത്ഥ്യമാണ്. അത് വിശ്വസിച്ചാൽ മതി എന്നൊന്നും പറഞ്ഞ കാര്യം നടക്കുകയില്ല. അത് അങ്ങനെ തന്നെയാ. മരിച്ചു കിടക്കുന്ന അവസ്ഥ മരിച്ചത് തന്നെയാ. എന്നാൽ അതിന്റെ നടുവിലും വിശ്വസിച്ചു ഇവനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ എന്റെ യേശുവിന് കഴിയും. ഹല്ലേലൂയ. മരിച്ച അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്താൻ ഒരു മാർഗമുണ്ട്. ലാസറിനെ കുറിച്ച് മാർത്തയോടും മറിയാളോടും ഇങ്ങനെ പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദേവനുടെ മഹിമയെ കാണുവാൻ. If you truly believe in me, you will see the glory of God. Hallelujah. If you truly believe in the Lord Jesus Christ today, and I promise you, God will make your face shine today. നിന്റെ മുഖം പ്രകാശിപ്പാൻ ദൈവം ഇടയാക്കണം. Hallelujah. ഒരൊറ്റ വ്യവസ്ഥയെ ദൈവം തമ്പുരാൻ വചനത്തിൽ കൂടെ മനുഷ്യനോട് ചോദിച്ചിട്ടുള്ളൂ. അതെന്താണെന്ന് അറിയാമോ? വിശ്വാസം എന്ന വ്യവസ്ഥ. 1 തീമോത്തി 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഒരു വാക്യമുണ്ട്, വിശ്വാസം എന്ന വ്യവസ്ഥ. God is putting a condition to His people, towards His people, saying, if you believe in me, if you believe and confess with your mouth that the Lord Jesus Christ is your Savior, and God has raised Jesus Christ from death. If you truly believe that and if you confess it, you will be saved. അപ്പോൾ ഇതിനെല്ലാം അടിത്തറ ഏതാ? വിശ്വാസം. ശരിയാണോ? ഇതിനെല്ലാം അടിത്തറ ഏതാ? വിശ്വാസം. I have not seen my sins are being washed away by the blood of Jesus, but through the word of God I truly believe, and only
And only through the blood of Jesus our sins can be forgiven. Did you or have you ever seen your sins being washed away by the blood of Jesus? No. But we believe that our sins are washed in the blood of Jesus. How did that happen? Through faith. Hallelujah. I want to encourage you, dear brothers and sisters, dear friends, have your faith in Christ Jesus today. Step onto that platform of faith today and tell him, Lord, whatever it is, I trust in you. Hallelujah. എന്തെല്ലാമാണെങ്കിലും ഈ കുഴഞ്ഞ കിടക്ക് നടത്തുന്ന എന്നെ പുറത്തെടുക്കാൻ നിനക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സ് നിർത്തി ചിന്തിച്ച് കുഴഞ്ഞു കിടക്കുന്ന താങ്കളുടെ അവസ്ഥയിൽ നിന്ന് പുറത്തെടുക്കാൻ ആർക്കേലും പറ്റുമെങ്കിൽ അത് യേശുവിന് മാത്രമേ പറ്റത്തുള്ളൂ. If there is anyone out there who could pull you out from the deepest pit, it is only Jesus Christ who could do that. Hallelujah. Why can't we just trust in him? എബ്രായലേഖനം 11:1 നമുക്കറിയാം. ഏതാ വിശ്വാസം എന്നത്? ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അപ്പം എന്റെ പ്രാർത്ഥന മുറിക്കകത്ത്, എൻ ജപം മുറിക്കുള്ള അറയ്ക്കുള്ള ഞാൻ എൻ കണ്ണുകളാലെ കാണാത്തതായ കാര്യത്തെ എൻ ഹൃദയത്തിற்குள் വിശ്വാസ കണ്ണുകളാലെ ഞാൻ பார்த்துக்கொண்டு நான் சொல்லுகிறேன், ஆண்டவரே நான் நிக்கிறேன், எனக்காக நீர் செய்யும். தேவன் கைவிடுவாரா? நிச்சயமாய் கைவிட மாட்டார். இதுவரையும் எனக்கு சொல்லக்கூடியது ஒண்ணு, அவரை நம்பினபடினால் அவரை கைவிட்டதில்லை. அவன் வெட்கப்பட விட மாட்டான். Praise the Lord. அவர் மேல் பாரத்தை, കഴിഞ്ഞ ആഴ്ച നമ്മൾ പാട്ട് പാടിയത് അറിയാമോ? கர்த்தர் மேல் பாரத்தை வைத்து விடு, கலங்கி தவிக்காதே, அவரே உன்னை ஆதரிப்பார், அதிசயம் அவர் செய்வார். ഹല്ലേലൂയ. അപ്പം വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ എന്തുണ്ട്? ഉണ്ടെന്ന്. ആമേൻ. എന്റെ പൊന്നുകൂടെ പുറമെ നടക്കത്തില്ല, ദൈവം കരം പിടിക്കുമെന്ന് വിശ്വസിക്കാം. ഹല്ലേലൂയ. ദൈവം കരം പിടിച്ച് നടത്തുമെന്ന് ഇതുവരെ നടത്തിയില്ലേ? ഇതുവരെ നടത്തിയില്ലേ? ഇതുവരെ നടത്തിയോ? നാളെ നടത്തുമെന്ന് വിശ്വസിക്കാം. കർത്തർമേൽ ഭാരത്തെ വഹിച്ചുവിട, കലങ്കി തവിക്കാതെ, അവർ ഉന്നെ ആദരിപ്പാർ, അതിശയം അവർ ചെയ്യുവാർ, അവർ അതിശയം ചെയ്യുവാർ. More than ever, more than you have ever thought, more than you have ever asked him, exceedingly and abundantly, the Lord is able to provide you. Hallelujah. ചോദിച്ചതിലും നിലച്ചതിലും അത്യന്തപരമായി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അവൻ ചെയ്യുവാൻ മതിയായ അസ്ഥികളിൽ ദൈവശക്തി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ഈ കാല് കഴിഞ്ഞ നാളുകളിൽ ഓടിയതിനേക്കാൾ ശക്തിയോടെ ഓടാനും ചാടാനും ഫുട്ബോൾ കളിക്കാനും കൂടെ സ്വർഗം പുതിയതായി തന്നിരിക്കുന്നത് കാണാൻ. ഫുട്ബോൾ കളിച്ചപ്പോഴായി കാലിനെ തമ്പുര അവൻ പിശാച് ആദ്യം ഒന്ന് തൊട്ടത്. അത് കഴിഞ്ഞപ്പോൾ വളരെ ഭാരപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ കർത്താവ് എന്തായി തീരും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന പന്ന പിശാച് എന്റെ ജീവിതത്തിൽ ഒതുക്കാൻ നോക്കി അതേ സ്ഥാനത്ത് ശക്തിയോടെ ദൈവനാമത്തിലൂടെ ദൈവം സഹായിക്കും. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ഈ കാര്യങ്ങൾക്ക് ദൈവം ബലം തന്നു. ഏതായാലും ഓപ്പറേഷൻ കഴിഞ്ഞ 3 നാളുകൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നല്ലോ, തുടർന്ന് ദൈവം നടത്തും, ദൈവം നിർത്തിക്കൊള്ളും. നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്റെ അസ്ഥികളിൽ ഞാൻ വിശ്വസിച്ചപ്പോൾ ദൈവം ആ ദൈവശക്തി വ്യാപരിപ്പിച്ചെങ്കിൽ ഇന്ന് പകലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ കടന്നു വന്നപ്പോൾ എന്റെ അവസ്ഥയ്ക്ക് എന്തായി തീരുമെന്ന് ഭാരത്തോടുകൂടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളുടെ അവസ്ഥകളിലേക്കും അവരവരുടെ സാഹചര്യങ്ങളിലേക്ക്
ദൈവം തന്റെ ശക്തി പകർന്ന് തന്റെ ജനത്തെ അവർ ആദരിക്കുകയാണ് ചെയ്യുക. ചിലർക്കൊരു രോഗസൗഖ്യമായിരിക്കും, ചിലർക്കൊരു വലിയ സമാധാനമായിരിക്കും, ചിലർക്കൊരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആയിരിക്കും. എന്നാൽ ഇന്ന് പകലിൽ എന്റെ കർത്താവ് അത് ചെയ്യാൻ മതിയായ എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവത്തിൽ അടച്ചാൽ കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടച്ചാൽ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ചേർന്ന് പറഞ്ഞാണ് കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു. I believe that you are the one and only God. I believe that you are the true God. Hallelujah. I believe that you can do exceedingly and abundantly in my life, Lord. Hallelujah. Hallelujah. നമ്മുടെ കരങ്ങളെ ചേർത്തടിച്ച് അവിശ്വാസത്തോടെ വിശ്വാസത്തോടെ 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 നമ്പിക്കയ്ക്കുള്ളവർക്ക് നമ്പിക്കയ്ക്കുള്ളവർക്ക് Step onto the platform. Step onto the platform. Step onto the platform of faith. Step onto the platform of faith. യേശുവിന്റെ നാമത്തിൽ ആടികരമ്പുകളിൽ അസ്ഥിമജ്ജനങ്ങളിൽ ദൈവത്തിന്റെ സൗഖ്യമാക്കുന്നതായ ഇപ്പോൾ തന്നെ ഇറങ്ങിയത് കുഴഞ്ഞുകിടക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മീഡിയയിൽ കൂടി ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുഴഞ്ഞുകിടക്കുന്ന ജീവിതത്തിന് യാതൊരു പ്രത്യാശയില്ലാതെ വഴിമുട്ടി കിടക്കുന്ന അവസ്ഥയിൽ കിടക്കുന്ന ദൂരത്തും ചാരത്തുമുള്ള ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ഞങ്ങൾ തിരുപ്പാത വെച്ച് സമർപ്പിക്കുകയാണ്. രോഗത്തിൽ കുഴഞ്ഞു കിടക്കുന്ന, കടഭാരങ്ങളിൽ വളഞ്ഞു കിടക്കുന്ന, ബുദ്ധിമുട്ടിൽ വളഞ്ഞു കിടക്കുന്ന, ദൂരങ്ങളിലുള്ളതായ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇപ്പോൾ തന്നെ നിന്റെ അവസ്ഥകളിൽ വ്യാപരിക്കണേ, നിന്റെ അവസ്ഥകളിൽ വ്യാപരിക്കണേ, നിന്റെ അവസ്ഥകളിൽ വ്യാപരിക്കണേ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതലാകട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതലാകട്ടെ, യേശുവിന്റെ നാമത്തിൽ സ്വസ്ഥതയുണ്ടാകട്ടെ, കുഴഞ്ഞു കിടക്കുന്ന അവസ്ഥകൾക്ക് പരിഹാരമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗമത് ചെയ്യണം. ായിരിക്കുന്ന എല്ലാവരും ജനത്തിനായി സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് സംസാരിച്ച വചനം മാനുഷികമായല്ല, ദൈവത്തിൽ നിന്ന് വന്നു എന്ന് വിശ്വസിച്ച് അവരത് ഏറ്റെടുത്ത നിമിഷത്തിൽ ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം അവര് മനസ്സിലാക്കത്തക്കവണ്ണം വെളിപ്പെട്ടു വന്നു എങ്കിൽ ഈ ചർച്ചിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോന്നിന്റെ ജനത്തിന്റെ മേലും, ഓരോന്നിന്റെ ജീവിതങ്ങളുടെ മേലും, ഓരോ ജീവിതങ്ങളുടെ മേലും ദൈവശക്തിയായി വെളിപ്പെട്ട്, ദൈവശക്തിയായി വെളിപ്പെട്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ മേലും വെളിപ്പെടട്ടെ, മുതിർന്നവരുടെ മേലും വെളിപ്പെടട്ടെ, മുതിർന്നവരുടെ മേലും വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ
നാളിലും കിരുബയെങ്കിൽ മധ്യയിൽ വെളിപ്പെടുകണപടിനാണ് നന്ദി. ദേവകുമാരൻ യേശു ക്രിസ്തുവിൻ നാമത്തിനാല് അടിയാനും ജനത്തെ ആശീർവദിക്കുകയാണ്. ഇവர்கள் ஆசீர்வாதமாகவே இருக்கட்டும். വീണ്ടുമായി ഞങ്ങൾ കടന്നു വന്ന് സന്ധിക്കുമ്പോഴേയും தேவ கிருபை உங்களை சூழ்ந்து கொள்ளட்டும். கர்த்தர் அப்படியே செய்கிறபடினாலே நன்றி செலுத்துகிறோம். இயேசு கிறிஸ்துவின் நாமத்தினாலே பிதாவே. ஆமென். கரமுயர்த்தி நன்றியோடு ஸ்தோத்திரம் ചെയ്യുന്നു. ഒരു നിമിഷം